ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാമി ഷോർട്സ് ആൻഡ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ പ്രോൺസ് റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ യാമി? ഓക്കേ. അപ്പോൾ ഈ പ്രോൺസ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തേന്നും ഈ പ്രോൺസ് റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാമല്ലേ. അപ്പോൾ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോൺസാണ് ഞാൻ പ്രോൺസ് റോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പ്രോൺസൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെജിറ്റബിൾസ് ആയിട്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ അതും ഒരു വലിയ തക്കാളിയാണ്, ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ, അതിനകത്തിലോട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്രോൺസിനെയൊക്കെ ഉണ്ടല്ലോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചു. പാനൊന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ടല്ലോ, ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോൺസ് ഒക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ പ്രോൺസ് എല്ലാം ഞാൻ ഈ ഓയിലിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോൺസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോൺസ് ഒക്കെ എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രോൺസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഏകദേശം പ്രോൺസ് ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിതിനെ എണ്ണയ്ക്കകത്തിൽ നിന്നൊന്ന് കോരി മാറ്റിയിട്ട് ഈ സെയിം എണ്ണയ്ക്കകത്തിലോട്ട് തന്നെ നമുക്ക് പ്രോൺസ് റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ ഇടാം. അപ്പോൾ എണ്ണ കുറച്ചായതുകൊണ്ട് ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ പ്രോൺസ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, പെരുംജീരകം. അപ്പോൾ അതും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള സവോള ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴറ്റി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വന്ന ആ സമയത്തുണ്ടല്ലോ ഞാനൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം കുറച്ച് മാത്രം കുരുമുളക് പൊടിയും വളരെ കുറച്ച് മാത്രം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളും കൂടി ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഉണ്ടല്ലോ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്കും ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ അതുകൂടെ ഇതിനകത്തിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം ചെയ്താൽ മതി, നമ്മുടെ പ്രോൺസ് റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസിൽ മിക്സ് ആയി കഴിഞ്ഞാൽ പ്രോൺസ് റോസ്റ്റ് റെഡിയാണ്. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചോ തുറന്നു വെച്ചോ കുക്ക് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇച്ചിരി ചാറൊക്കെ വേണം എന്നുള്ളവർക്ക് ഒരു പൊടിക്ക് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് പക്ഷേ ഡ്രൈ ആയിട്ട് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ സെർവ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോൺസ് റോസ്റ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതേ രീതിയിൽ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതേ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോൺസ് റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.